വിശദമായ വാർത്തകളിലേക്ക്. വണ്ടിപ്പെരിയാർ കേസിലെ പോലീസ് വീഴ്ചയ്ക്കെതിരെ മഹിളാ കോൺഗ്രസ് പ്രതിഷേധം. മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഡിജിപി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. Okay, right. വിവരങ്ങളുമായി ഡാൻ കുര്യൻ കൂടി ചേരുന്നു. ഡാൻ, നിലവിലത്തെ ഒരു സാഹചര്യത്തിന്റെ വിശദാംശങ്ങൾ. ഒരു മണിക്കൂർ മുമ്പ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഡിജിപി ഓഫീസിലേക്ക് ആരംഭിച്ച മാർച്ചാണ് വഴുതക്കാട് ജംഗ്ഷന് സമീപം ആൽത്തറയിൽ ബാരിക്കേഡ് തീർത്ത് പോലീസ് തടഞ്ഞത്. മുൻ KPCC അധ്യക്ഷൻ VM സുധീരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പോയതിന് പിന്നാലെയാണ് ബാരിക്കേഡ് തള്ളി മാറ്റിക്കൊണ്ട് അകത്തേക്ക് കടക്കാൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ JB മേത്തന്റെ നേതൃത്വത്തിലുള്ള മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡിന് സമീപത്തേക്ക് എത്തിയത്. ഇത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കൃത്യമായി പ്രതിരോധിക്കുന്ന സാഹചര്യം ഉണ്ടായതോടെയാണ് പോലീസും മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായ സാഹചര്യം ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടക്കുകയാണ്. അവരെ ഒരു തരത്തിലും അകത്തേക്ക് കടത്തിവിടാതിരിക്കാൻ പോലീസ് ബാരിക്കേഡിന് സമീപത്ത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ കൂടുതലായി വിന്യസിച്ചുകൊണ്ടാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ അകത്തേക്ക് കടന്ന് പ്രതിഷേധിക്കുന്നുള്ള നീക്കത്തെ ഇപ്പോൾ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത്. JB മേത്തർ MP നേതൃത്വത്തിലാണ് ഈ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഡാൻ, സാഹചര്യം അയയാൻ ഇപ്പോൾ ഒരു സാധ്യതയും കാണുന്നില്ല. സംഘർഷഭരിതമായ സാഹചര്യം നിലനിൽക്കുന്നു അല്ലേ? നേരിയ സംഘർഷം മാത്രമായിരുന്നു, നേരിയ തോതിലുള്ള സംഘർഷം മാത്രമായിരുന്നു ആദ്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രവർത്തകരുടെ എണ്ണത്തിൽ കുറവായിരുന്നതിനാൽ അത്തരത്തിലുള്ള നടപടികളിലേക്കൊന്നും പോലീസിന് കടക്കേണ്ടി വന്നില്ല. പക്ഷേ VM സുധീരൻ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പോയതിന് തൊട്ടു പിന്നാലെയാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ബാരിക്കേഡിന് സമീപത്തു കൂടി അകത്തേക്ക് കയറുന്നതിന് വേണ്ടിയുള്ള നീക്കം നടത്തിയത്. ഇത് കൃത്യമായി തടയുന്ന സാഹചര്യം പോലീസിന്റെ ഭാഗത്തുനിന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രതിരോധ നീക്കങ്ങൾക്കിടയിലാണ് ഇപ്പോൾ JB മേത്തർ MP ഉൾപ്പെടെയുള്ളവർ ശക്തമായി ബലപ്രയോഗത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അവിടേക്ക് വരുൺ അടുപ്പിക്കുകയാണ്. പോലീസിന്റെ ജലപീരങ്കി പ്രയോഗിക്കുന്ന വരുൺ ഇതിന്റെ സമീപത്തേക്ക് ബാരിക്കേഡിന്റെ സമീപത്തേക്ക് ഇപ്പോൾ എത്തിക്കുകയാണ്. ഒരുപക്ഷെ ഈ പ്രതിഷേധിക്കുന്നവർ ഇവിടെ നിന്ന് നീക്കുന്നതിന് വേണ്ടി ജലപീരങ്കി പ്രയോഗിക്കാൻ തന്നെയാണ് സാധ്യത. എന്തായാലും 50ഓളം പ്രവർത്തകരായിരുന്നു മഹിളാ കോൺഗ്രസിന്റെ ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തത്. JB മേത്തർ MPയെ പിടിച്ച് വലിക്കുന്ന സാഹചര്യമാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ. ഒരുപക്ഷെ ജലപീരങ്കി പ്രയോഗിക്കുന്ന നടപടികൾ ഇന്നലെയും നാടകീയമായ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച പ്രതിഷേധക്കാരെ അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം പോലീസിന്റെ ഭാഗത്ത് നിന്ന്. ഒരു മണിക്കൂർ നേരം അവർ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നിരുന്നില്ല. കാരണം 50ഓളം പ്രവർത്തകർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവർക്കെതിരെ അങ്ങനെ ജലപീരങ്കി പ്രയോഗിക്കേണ്ടതില്ല, അല്ലാതെ തന്നെ പിരിഞ്ഞു പോകുമെന്ന പ്രതീക്ഷയിലായിരുന്നു പോലീസ്. പക്ഷേ അത്തരത്തിൽ പിരിഞ്ഞു പോകാൻ
മൈക്ക് വണ്ടി കൊണ്ടുകൊടുക്കും എല്ലാം ഒരാളെ കൊടുത്തിട്ട് വണ്ടിപ്പെരിയാർ കേസിലെ പോലീസ് വീഴ്ചയിൽ പ്രതിഷേധിച്ചുകൊണ്ട് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധമാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ അവിടെ തീർക്കുന്നത്. ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറാനുള്ള ശ്രമം നടത്തിയിരുന്നു. പോലീസ് അതിനെ ശക്തമായി തന്നെ പ്രതിരോധിക്കുന്നു. ഒടുവിൽ ജലപീരങ്കിയും പ്രയോഗിച്ചിരിക്കുന്നു. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, ജലപീരങ്കി പ്രയോഗിച്ചതിന് ശേഷവും ശക്തമായി നിലകൊള്ളുകയാണ് പ്രവർത്തകർ അല്ലേ? പോലീസിന് നേരെയും വടിയും പ്ലക്കാർഡും ഒക്കെ വലിച്ചെറിയുന്നതും നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. അത് തീർച്ചയായിട്ടും ജെബി മേത്തന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറെ നേരമായി അവർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ ബാരിക്കേഡിന് സമീപത്ത് നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരുമായി തർക്കത്തിലേർപ്പെട്ട സാഹചര്യത്തിലാണ് ജലപീരങ്കി പ്രയോഗിക്കുന്ന തരത്തിലേക്ക് പോലീസിന്റെ നീക്കങ്ങൾ കടുപ്പിച്ചത്. എന്നിട്ടും ജലപീരങ്കി 2 തവണ പ്രയോഗിച്ചിട്ടും പ്രതിഷേധക്കാർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ഒരുപക്ഷെ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന തരത്തിലേക്കായിരിക്കാം പോലീസിന്റെ നടപടികൾ ഇനി കടക്കുകയെന്നാണ് സൂചന. കാരണം ഗതാഗതം ഏറെ നേരമായി വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ്. പ്രതികൂലമായ കാലാവസ്ഥയുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ വലിയ ഗതാഗത കുരുക്കുണ്ട് നഗരത്തിൽ. അതിനിടയിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ആൽത്തറ ജംഗ്ഷനിൽ പുരോഗമിക്കുന്നത്. പോലീസിന്റെ ബാരിക്കേഡുകൾ അടക്കം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളതിനാൽ ഗതാഗതം പൂർണ്ണമായുള്ള ഗതാഗതം സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഏറെ നേരം ഇങ്ങനെ പോലീസിനെ നോക്കി നിൽക്കാനാവില്ല. അതുകൊണ്ട് പ്രതിഷേധക്കാരെ ഒരുപക്ഷെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ച് അങ്ങനെ നീക്കുന്ന സാഹചര്യമില്ലെങ്കിൽ പോലീസിന്റെ ബസ്സിൽ ഇവിടെ നിന്ന് ബലമായി നീക്കുന്നതിനുള്ള നടപടികളിലേക്കായിരിക്കും പോലീസ് കടക്കുകയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നേരിയമായ ഒരു സംഘർഷം അല്പസമയം മുമ്പ് ഉടലെടുത്തിരുന്നു. അതിനിപ്പോൾ അയവ് വന്നിട്ടുണ്ട്. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ.
ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം തീർക്കുകയാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ. 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും അവർ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറാനോ ആ സ്ഥലത്ത് നിന്ന് തിരികെ പോകാനോ തയ്യാറാകാതെ അവിടെ തന്നെ നിന്ന് മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധം തുടരുകയാണ്. ഈ സാഹചര്യം ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നു. അവരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്.